എല്ലാവർക്കും നമസ്കാരം. ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിംഗിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. കാണാത്തവർക്കായി ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഡേറ്റ സെറ്റിന് സ്യൂട്ട് ആകുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക, അതുവഴി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഫ്രീക്വൻസീസ് പ്രെഡിക്റ്റ് ചെയ്യുക. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റിംഗിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് ഉദ്ദേശങ്ങൾ. സാധാരണയായി ഒരു ഡേറ്റ സെറ്റ് തന്നിട്ട് അതിൽ ബൈനോമിയൽ ഫിറ്റ് ചെയ്യൂ അല്ലെങ്കിൽ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യൂ എന്നൊക്കെയാണ് എക്സാമിന് ചോദിക്കുക. ഈ വീഡിയോയിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു ഡേറ്റ സെറ്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് പഠിക്കാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്ത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കാൻ താഴെ തന്നിരിക്കുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഡിറ്റർമിൻ ദി വാല്യൂസ് ഓഫ് പി, ക്യൂ ആൻഡ് എൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ദം ഇൻ ദ ഫംഗ്ഷൻ എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. വി ഗെറ്റ് ദ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഓഫ് ദി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. നമുക്കറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് രണ്ട് പാരാമീറ്റേഴ്സ് ആണുള്ളത്, എന്നും പിയും. പി കിട്ടിക്കഴിഞ്ഞാൽ ക്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. അങ്ങനെ എൻ പി ക്യൂവിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ വാല്യൂസ് PDF-ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രോബബിലിറ്റി ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, പുട്ട് എക്സ് ഈക്വൽ ടു 1, 2 etc. up to n in the function NCX p raised to x q raised to n minus x. We get n plus 1 terms. n പി ക്യൂവിൻ്റെ വാല്യൂസ് PDF-ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ PDF-ൽ അൺനോൺ ആയിട്ട് കിടക്കുന്ന ഒരേ ഒരു വേരിയബിൾ എക്സ് ആണ്. നമുക്കറിയാം എക്സ് വേരിയബിൾ 0 മുതൽ n വരെയാണ് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ വേരി ചെയ്യുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 0 തുടങ്ങി n വരെയുള്ള നമ്പേഴ്സ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് n+1 ടേംസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു. n+1 ടേംസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? 1 തുടങ്ങി n വരെ തന്നെ n നമ്പേഴ്സ് ആയില്ലേ? 0 കൂടെ കൂടുമ്പോൾ എന്താവും? n+1 നമ്പേഴ്സ് ആവുമല്ലോ. തേർഡ് സ്റ്റെപ്പ്, മൾട്ടിപ്ലൈ ഈച്ച് ടേം ബൈ ക്യാപിറ്റൽ N, ദാറ്റ് ഈസ് ടോട്ടൽ ഫ്രീക്വൻസി, to obtain the expected frequencies. അതായത് ഈ n+1 ടേംസിന്റെ ഒപ്പം ടോട്ടൽ ഫ്രീക്വൻസി ക്യാപിറ്റൽ N മൾട്ടിപ്ലൈ ചെയ്ത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 8 coins were tossed together 256 times. Find the expected frequencies of heads. Also find mean and SD. ആദ്യം നമുക്ക് N, P, Q എന്നിവ കണ്ടുപിടിക്കണമല്ലോ. അതാണല്ലോ ആദ്യത്തെ സ്റ്റെപ്പ്. കോയിൻ ടോസിങ് എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി പിയുടെ വാല്യൂം ക്യൂവിൻ്റെ വാല്യൂം പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ 1/2 ആണെന്ന് നമുക്കറിയാം. എത്ര കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നത്? 8 കോയിൻസ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ, സ്മോൾ ലെറ്റർ എന്നിൻ്റെ വാല്യൂ 8 ആണ്. 8 കോയിൻസ് ടോസ് ചെയ്യുന്ന ആ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ടോട്ടൽ 256 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ N ടോട്ടൽ ഫ്രീക്വൻസിയുടെ വാല്യൂ ആണ് 256. ഇനി ഇതെല്ലാം ബൈനോമിയൽ PDF-ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ P(x) ഈക്വൽ ടു 8CX, N പോയിട്ട് 8CX എന്നാവും. P റേസ് ടു X എന്നുള്ളത് 1/2 റേസ് ടു X, ദെൻ Q റേസ് ടു N മൈനസ് X എന്നുള്ളത് 1/2 റേസ് ടു 8 മൈനസ് X എന്നാവും. എക്സിൻ്റെ വാല്യൂ 0 തുടങ്ങി n വരെയാണ് വേരി ചെയ്യുന്നത്. അതായത് ഇവിടെ എന്നിൻ്റെ വാല്യൂ 8 ആയതുകൊണ്ട് എക്സ് 0 to 8 വരെ വേരി ചെയ്യുന്നു. ഇനി എക്സിന് 0 തുടങ്ങി 8 വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ ടേംസും കിട്ടുന്നു. അതായത് n+1 ടേംസും നമുക്ക് കിട്ടുന്നു. അതിനായി 3 കോളംസ് ഉള്ള ഈ ടേബിൾ വരയ്ക്കേണ്ടതാണ്. ഫസ്റ്റ് കോളം X, സെക്കൻഡ് കോളം P(x), തേർഡ് കോളം എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് P(x) ഇൻറ്റു ക്യാപിറ്റൽ N. അതായത് പ്രോബബിലിറ്റി ആയ P(x)നെ ടോട്ടൽ ഫ്രീക്വൻസി ആയ ക്യാപിറ്റൽ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് വാല്യൂസ് 0 മുതൽ 8 വരെയാണ് വേരി ചെയ്യുന്നതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ എക്സ് കോളത്തിൽ 0 തുടങ്ങി 8 വരെ കണ്ടിന്യൂസ് ആയിട്ട് ഫില്ല് ചെയ്യുക. ഇനി ആദ്യം P(x)ൽ എക്സിന് പകരം 0 കൊടുക്കാം. അപ്പോൾ 8CX എന്നുള്ളത് എന്താവും? 8C0. 1/2 റേസ് ടു എക്സോ 1/2 റേസ് ടു 0. അതേപോലെ തന്നെ 1/2 റേസ് ടു 8 മൈനസ് എക്സോ
1/2⁸ എന്നാവും. 8cxന്റെ വാല്യൂസ് സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ചും കോമ്പിനേഷൻസിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചൊക്കെ കണ്ടുപിടിക്കാവുന്നതാണ്. ചില എക്സാംസിൽ സയന്റിഫിക് കാൽക്കുലേറ്റേഴ്സ് അലൗഡ് അല്ല. മാത്രമല്ല ഈ കോമ്പിനേഷൻസിന്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യുന്നത് കുറച്ച് ടൈം ടേക്കിംഗ് പ്രോസസ്സുമാണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾസ്. ഇത് നമ്മൾ +2 ഉപയോഗിച്ച ക്ലാർക്സ് ടേബിൾ അല്ല. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിങ്ങിനും കാൽക്കുലേഷൻസിനും ഒക്കെ ആവശ്യമായി വരുന്ന ടേബിൾസ് അടങ്ങുന്ന ഒരു ചെറിയ ബുക്കാണ്. ഈ ബുക്ക് എക്സാം ഹാളിൽ അലൗഡ് ആണ്. ഇതിൽ ബൈനോമിയൽ കോഎഫിഷ്യൻസ് അഥവാ NCXന്റെ വാല്യൂസ് ഈസിലി കണ്ടുപിടിക്കാനായിട്ട് ഒരു ടേബിൾ ഉണ്ട്. അതുപയോഗിച്ച് ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാം. എങ്ങനെ? 8cx ആണ് നമുക്ക് വേണ്ടത്. അതിന് 8ന് നേരെയുള്ള ഈ റോയിലെ വാല്യൂസ് ആണ് എടുക്കേണ്ടത്. ആദ്യം നമുക്ക് 8c0 1/2⁸ 1/2⁸ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. 8c0ന്റെ വാല്യൂ അറിയാൻ ടേബിൾ നോക്കുക. 8ന് നേരെ NC0 കോളത്തിന് താഴെ വരുന്ന വാല്യൂ അതെന്താ? 1 ആണ്. അപ്പോൾ 8c0 1 ആണ്. ഒരു കാര്യം കൂടെ ഒന്ന് നോക്കൂ. NC0ന്റെ കോളം എല്ലാ വാല്യൂസും 1 ആണ്. അതായത് എന്നിൻ്റെ വാല്യൂ എന്ത് വന്നാലും NC0 1 ആണ്. അതായത് 7c0 1 ആണ്, 6c0 1 ആണ്, 3c0 1 ആണ്. C കഴിഞ്ഞിട്ട് 0 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആണ്. അതവിടെ നിൽക്കട്ടെ. 8c0 1 ആണെന്ന് കിട്ടിയല്ലോ. അപ്പോൾ സോൾവ് ചെയ്യാം. 8c0ന്റെ പ്ലേസിൽ 1 കൊടുക്കുക. പിന്നെയോ 1/2⁸ അതും 1 ആണ്. ഏതൊരു നമ്പറിൻ്റെയും പവറിൽ 0 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 8c0യും 1 ആയിപ്പോയി, 1/2⁸ 1 ആയിപ്പോയി. പിന്നെയുള്ളത് 1/2⁸ -0 ആണ്. 8 - 0 നമുക്കറിയാം 8 തന്നെയാണ്. അപ്പോൾ 1/2⁸. അപ്പോൾ എന്ത് കിട്ടും? 1 × 1 × 1/2⁸. അതെന്ന് പറഞ്ഞാൽ എന്താ? 1/2⁸. ഇനി 1/2⁸ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷന്റെ പവറിലാണ് 8 വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രാക്ഷൻ എന്തുണ്ട്? ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടല്ലോ. അപ്പോൾ ഈ പവറിനെ നമുക്ക് ഓരോന്നിലേക്കും കൊടുക്കാൻ സാധിക്കും. അതായത് 1/2⁸ എന്നുള്ളത് 1/8 എന്നും ഡിനോമിനേറ്ററിലായ 2/8 എന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. 1ന്റെ പവറിൽ ഏത് വാല്യൂ വന്നാലും അതിൻ്റെ ആൻസർ 1 തന്നെയല്ലേ? 1/2, 1/3, 1/8 ഇതെല്ലാം 1 ആണ്. അപ്പോൾ ന്യൂമറേറ്ററിലെ 1/8 എന്നുള്ളത് 1 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ബാക്കി ഇനി എന്തേ ഉള്ളൂ? 1/2⁸. 2/8 കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുമ്പോൾ 256 ആണ് വാല്യൂ. അപ്പോൾ 1/2⁸ എന്നുള്ളത് 1/256 ആയി. അപ്പോൾ ഫസ്റ്റ് P(x)ന്റെ വാല്യൂ 1/256. ഇതിപ്പോൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്താണെന്ന് അത് പിന്നെ പറയാം. ഇനി x 1 ആകുമ്പോഴുള്ള P(x) കണ്ടുപിടിക്കാം. അതിനായി പ്രോബബിലിറ്റി ഫംഗ്ഷനിൽ xന്റെ പ്ലേസിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 8c1 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ തന്നെ ഉപയോഗിക്കാം. 8ന് നേരെ NC1 കോളത്തിന്റെ താഴേക്ക് നോക്കുമ്പോൾ 8c1ന്റെ വാല്യൂ കിട്ടുന്നു. അതായത് 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 8 × 1/2⁸ ആൻഡ് 1/2⁸ 8 - 1. 8 - 1 എന്താ? 7. അപ്പോൾ 1/2⁸ എന്നാകുന്നു. നമുക്കൊരു റിസൾട്ട് ഇവിടെ ഉപയോഗിക്കാം. അതായത് a⁻m × a⁻n. അതായത് 2 ഡിഫറെൻറ്റ് പവേഴ്സാണ്, അല്ലെങ്കിൽ സെയിം പവേഴ്സ് ആയാലും കുഴപ്പമില്ല. പക്ഷേ ആ ഏത് നമ്പറിൻ്റെ ആണോ പവർ എടുത്തിരിക്കുന്നത് എയുടെ തന്നെയാണ്. അതായത് രണ്ടും എയുടെ പവറിലുള്ള വാല്യൂസാണ്. അങ്ങനെയാണെങ്കിൽ അവ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എയുടെ പവറിൽ ആ പവേഴ്സ് ആഡ് ചെയ്ത് എഴുതാൻ പറ്റും. അതായത് a⁻m × a⁻n എന്നുള്ളത് ഒരു എ എഴുതിയിട്ട് ആ പവേഴ്സ് ആഡ് ചെയ്ത് എഴുതി, അതായത് a⁻m+n എന്നാക്കാൻ പറ്റും. അത് നമ്മളിവിടെ ഉപയോഗിക്കാൻ കാരണം ഇവിടെ 1/2⁸ 1/2�7 എന്നാണ്. അപ്പോൾ രണ്ടും 1/2ന്റെ പവറിലാണുള്ളത്. അപ്പോൾ നമുക്ക് പവേഴ്സ് ആഡ് ചെയ്ത് എഴുതാം. 1/2⁸1+7 എന്നാക്കാം. അതായത് 1/2⁸ എന്ന് തന്നെ കിട്ടുന്നു. അപ്പോൾ റിക്വയർഡ് പ്രോബബിലിറ്റി 8 × 1/2⁸ എന്നാവും. 1/2⁸ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്, 1/256. 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8/256. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പ്രോബബിലിറ്റിയും കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെ ഫുൾ പ്രോബബിലിറ്റീസും നമുക്ക് ഈ ടേബിൾസും അത്യാവശ്യം കാൽക്കുലേറ്ററിൻ്റെ സഹായത്തോടും കൂടി കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്കിനി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കണം.
ഇക്വേഷൻ നമുക്കറിയാം, പി ഓഫ് എക്സ് കോളത്തിലുള്ള ഓരോ വാല്യൂവിനെയും ക്യാപിറ്റൽ എൻ ടോട്ടൽ ഫ്രീക്വൻസി, അതായത് ഇവിടെ അത് 256 ആണ്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഞാൻ നേരത്തെ ഡെസിമൽ വാല്യൂസ് ആക്കി മാറ്റണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ 256 ആണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് പി ഓഫ് എക്സ് കോളത്തിലെ വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കേണ്ടത്. പി ഓഫ് എക്സ് കോളത്തിലെ വാല്യൂസിൻ്റെ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ 256 ആണ്. അപ്പോൾ ആ 256 ഡിനോമിനേറ്ററിലുള്ളത് കൊണ്ട് 256 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ രണ്ട് 256ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് ന്യൂമറേറ്ററിലുള്ള വാല്യൂ എന്താണോ അത് തന്നെയായിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഡെസിമൽ ആക്കി എഴുതിയത് കൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പോൾ ഡെസിമൽ ആക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പല വാല്യൂസും ചിലപ്പോൾ നമുക്ക് ഡെസിമൽ ആക്കുമ്പോൾ റൗണ്ട് ചെയ്ത് എഴുതേണ്ടി വരും. അപ്പോൾ റൗണ്ട് ചെയ്ത് എഴുതി കഴിഞ്ഞ് പിന്നെ 256 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഒക്കെ എടുക്കുമ്പോഴേക്കും കുറച്ച് ആക്യുറസി കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡിനോമിനേറ്റർ 256 തന്നെ ആയതുകൊണ്ട് കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ ഡെസിമൽ ആക്കണ്ട എന്ന് പറഞ്ഞത്. ചില ക്വസ്റ്റ്യനിൽ ഡെസിമൽ ആക്കിയും ചെയ്യുന്നുണ്ട്, നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ടോട്ടൽ ഫ്രീക്വൻസി ക്യാപിറ്റൽ N 256 ആണല്ലോ. 8 കോയിൻസ് ടോസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ എക്സ്പെരിമെന്റ്. 8 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ 0 ഹെഡ് മുതൽ 8 ഹെഡ്സ് വരെയാണ് കിട്ടാനുള്ള പോസിബിലിറ്റി. ആ പോസിബിലിറ്റീസ് ആണ് നമ്മൾ എക്സ് കോളത്തിൽ കൊടുത്തിരിക്കുന്നതും. സെക്കൻഡ് കോളത്തിൽ ഈ ഓരോ പോസിബിലിറ്റീസ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചത്? സം തിയറി ഉപയോഗിച്ച്. അതായത് കോയിൻ ടോസിങ് ഡേറ്റയ്ക്ക് ബെസ്റ്റ് സ്യൂട്ടാകുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്നുള്ള ഒരു അറിവ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF ഉപയോഗിച്ച് പ്രോബബിലിറ്റീസ് കണ്ടുപിടിച്ചത്. അല്ലാതെ 8 കോയിൻസ് ടോസ് ചെയ്ത് നോക്കി സാമ്പിൾ സ്പേസ് എഴുതിയിട്ടൊന്നുമല്ല പ്രോബബിലിറ്റീസ് വിലയിരുത്തിയത്. ഇനി ലാസ്റ്റ് കോളത്തിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് 8 കോയിൻസ് എടുത്തിട്ട് 256 ടൈംസ് നമ്മൾ ടോസ് ചെയ്ത് നോക്കി. അങ്ങനെയാണെങ്കിൽ ഈ 8 കോയിൻസും ടെയിൽ കാണിക്കുക അല്ലെങ്കിൽ 0 ഹെഡ് കാണിക്കുക എന്ന പോസിബിലിറ്റി 256 ടൈംസ് ടോസ് ചെയ്യുന്നതിൽ എത്ര തവണ ഹാപ്പൻ ചെയ്യാൻ സാധ്യതയുണ്ട്? അതാണ് 1 എന്ന് നമുക്ക് ഈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കോളത്തിൽ കിട്ടിയിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു ടോസിൽ നമുക്ക് 0 ഹെഡ് എന്ന പോസിബിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. ചിലപ്പോൾ അത് ഫസ്റ്റ് ടോസിൽ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് ടോസിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ 256th ടോസിലായിരിക്കാം, അല്ലെങ്കിൽ ഇടയിലുള്ള ഏതെങ്കിലും ടോസിലായിരിക്കാം. അതായത് ഏതെങ്കിലും ഒരു ടോസിൽ 0 ഹെഡ് കിട്ടുമായിരിക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു ഹെഡും ബാക്കിയെല്ലാം, അതായത് ബാക്കി 7 എണ്ണം ടെയിലും വരുന്ന സിറ്റുവേഷനോ? അങ്ങനെയുള്ള പോസിബിലിറ്റി 256 ടൈംസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ 8 തവണ വരാൻ സാധ്യതയുണ്ട്. അതാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന 8. അങ്ങനെ പോകുമ്പോൾ ഒരു മിഡിലേക്കൊക്കെ വരുമ്പോൾ x=4, അതായത് 4 ഹെഡ്സും ബാക്കി 4 ടെയിൽസും വരുന്ന ഒരു പോസിബിലിറ്റി. അത് 256 ടൈംസ് ടോസ് ചെയ്യുമ്പോൾ 70 തവണയൊക്കെ ഹാപ്പൻ ചെയ്യും. അല്ലെങ്കിൽ ഒരു 70 തവണ 4 ഹെഡും 4 ടെയിലും വരുന്ന പോസിബിലിറ്റി സംഭവിക്കാനിടയുണ്ട്. അതായത് കൂട്ടത്തിൽ ഈ ഒരു പോസിബിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ തവണ ഹാപ്പൻ ചെയ്യാൻ സാധ്യത. അങ്ങനെ 256ൻ്റെ പല പല ഡിവിഷൻസ് ആണ് ലാസ്റ്റ് കോളത്തിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിയറട്ടിക്കൽ ഫ്രീക്വൻസി കോളത്തിലുള്ള വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ 256 തന്നെ കിട്ടുന്നു. പലപ്പോഴും നമുക്കിതൊരു ട്രിക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ അത് കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കോളം വാല്യൂസ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ക്യാപിറ്റൽ Nൻ്റെ വാല്യൂ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ക്വസ്റ്റ്യനിൽ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണ എക്സ് വാല്യൂസും ഫ്രീക്വൻസിയും കിട്ടിക്കഴിഞ്ഞാൽ മീൻ കണ്ടുപിടിക്കാനായിട്ട് σfx/σf ഇക്വേഷൻ ഉപയോഗിക്കേണ്ടതല്ലേ? പക്ഷേ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് ഇവിടെ നമുക്ക് ഈസി ആയിട്ട് മീൻ കണ്ടുപിടിക്കാം. മീൻ =NP, ദാറ്റ്സ് = 8 × 1/2. അപ്പോൾ 8ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 8ൽ 2 4 പ്രാവശ്യം. സോ മീൻ =4 എന്ന് കിട്ടുന്നു. അതേപോലെ SD കണ്ടുപിടിക്കാനുള്ള സാധാരണ ഇക്വേഷനും കാൽക്കുലേഷനിലോട്ടൊന്നും പോകേണ്ടതില്ല. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷനാണ് √NPQ.
ഇതിൽ എൻ പി ഇൻറ്റു ക്യൂ എന്നുള്ളൊരു മീനിങ്ങിൽ എടുക്കുകയാണെങ്കിൽ എൻ പിയുടെ വാല്യൂ നമ്മൾ തൊട്ട് മുന്നേ 4 ആണെന്ന് കണ്ടു, ക്യൂവിൻ്റെ വാല്യൂ 1/2. അപ്പോൾ റൂട്ട് ഓഫ് എൻ പിക്ക് പകരം 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻറ്റു 1/2. 4ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 ആണ് കിട്ടുന്നത്. √2 ദാറ്റ് ഈസ് 1.414. ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന രീതി എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായി എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെഷനിലൂടെ ചോദിക്കുക. താങ്ക്